ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5th സ്റ്റാൻഡേർഡിൻ്റെ ബേസിക് സയൻസ് പാർട്ട് 1 ആണ്. സോ ഇതാണ് നമ്പർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. നോ ഇഷ്യൂ വിത്ത് ദാറ്റ്. സോ ചാപ്റ്റർ 1 ആണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്, നോ ദ പ്ലാനറ്റ് വേൾഡ് ക്ലോസ്ലി. നിങ്ങൾ 5ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ എത്ര ചാപ്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്? 5 ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പാർട്ടിൽ. സോ അതിനകത്ത് ആദ്യത്തെ ചാപ്റ്ററായ Know the plant world closely. സോ നോ ദ പ്ലാന്റ് വേൾഡ് ക്ലോസ്ലി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലൈക്ക് ഐ സെഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, നമ്മൾ പഠിക്കുന്ന എല്ലാ ചാപ്റ്ററിനും, അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, എല്ലാ ചാപ്റ്ററിനും 2 തരത്തിലുള്ള പോർഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ പോർഷൻ എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. That is introducing you into the subject, that is introducing you into the chapter. അല്ലാതെ എക്സാം പർപ്പസിനായിട്ട് അതിന് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. സെക്കൻഡ് എന്ന് പറയുന്നത് ദ കോർ പോർഷൻ ഓഫ് ദാറ്റ് ചാപ്റ്റർ. സോ ആ കോർ പോർഷനകത്താണ് ആക്ച്വൽ കൺസെപ്റ്റ് ഉള്ളത്. ആ ആക്ച്വൽ കൺസെപ്റ്റ് കറക്റ്റായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ദാറ്റ് ഇൻ ദ എക്സാം. യു ക്യാൻ റൈറ്റ് എ ഗുഡ് ആൻസർ ആൻഡ് യു ക്യാൻ സ്കോർ മാക്സിമം. സോ എക്സാം പർപ്പസിന് ഈ കോർ ആണ് ഇമ്പോർട്ടൻറ്റ്. ഇൻട്രൊഡക്ഷൻ പാർട്ട് വെറുതെ മഗപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, സോ ഇതിനകത്ത് ഈ പോർഷൻ എടുത്ത് നോക്കിയാൽ ഇത് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. വെക്കേഷനൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് കുറച്ച് പോർഷൻ നിങ്ങൾക്ക് അത് വായിക്കാം. അത് കഴിഞ്ഞ് പറയുന്നത് ഇതൊരു പിക്ചറാണ്. ഈ പിക്ചറിനകത്ത് ഒരുപാട് ക്രോപ്സ് കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ സീ ദാറ്റ്, യു ക്യാൻ സീ ബാർലി ഇൻ ദാറ്റ്, യു ക്യാൻ സീ പൊട്ടറ്റോ in that, you can see tapioca in that, you can see ചീര in that, so you can see several fruits in that. okay, so ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത്. സോ താഴെ അതിനെ പറ്റിയുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളുമാണ്. സോ ഇതിനകത്ത് കണ്ട കുറച്ച് നമുക്ക് ഫിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നുണ്ടോ? all are parts of plants, aren't they? are you able to identify these plants? ഈ പ്ലാന്റ്സിനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? can you identify? ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത്. ടാബുലേറ്റ് ദം ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. സോ അതിനകത്ത് റൂട്ട് ഉണ്ട്, ചിലതിനകത്ത് ലീഫ് ഉണ്ട്, ചിലതിനകത്ത് ഫ്രൂട്ട് ഉണ്ട്, പിന്നെന്തോ ഉള്ളത്, ചിലതിനകത്ത് സീഡ് ഉണ്ട്, ചിലതിനകത്ത് സ്റ്റെം ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് പോലെ കൊടുത്തിരിക്കുക. സോ ഡു വി യൂസ് ഓൺലി ദ ലീഫ് ഓഫ് ദ അമരാന്തസ്? ചീരയുടെ ഇംഗ്ലീഷ് വേർഡാണ് അമരാന്തസ്. ചീരയെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നോ ഇഷ്യൂ വിത്ത് ദാറ്റ്. സോ ഡു വി യൂസ് ഓൺലി ദ ലീഫ് ഓഫ് അമരാന്തസ്? ആക്ച്വലി ലീഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പോരും പലയിടത്തും നിങ്ങൾക്ക് കാണാം, നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാറില്ല, ബട്ട് നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയി കഴിക്കുമ്പോഴൊന്നും ചീരയൊന്നും ആക്ച്വലി ആ ലീഫ് മാത്രമല്ല കിട്ടുന്നത്, ഇൻക്ലൂഡിങ് ഇറ്റ്സ് സ്റ്റെം. റൂട്ട് മാത്രമേ ഉള്ളൂ ചീരയുടെ ഉപയോഗിക്കാത്ത, ബാക്കി പാർട്ട് എല്ലാം ഉപയോഗിക്കും. ഓക്കെ, ബട്ട് ജനറലി നമ്മളുടെ ലൊക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചീരയുടെ ലീഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് വി ക്യാൻ യൂസ് എവറി പാർട്ട് ഓഫ് ദ ചീര എക്സെപ്റ്റ് റൂട്ട്. ഓക്കെ, സോ ഹാവൻറ്റ് യു സീൻ കോളിഫ്ലവർ? സോ കോളിഫ്ലവർ കണ്ടോ നിങ്ങൾ? കോളിഫ്ലവർ ഈ പിക്ചറിൽ കണ്ടോ? ഇല്ല, പിക്ചറിനകത്ത് കോളിഫ്ലവർ ഇല്ല. കോളിഫ്ലവർ കാണുന്നത് ഇതാ കോളിഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹാവൻറ്റ് യു സീൻ കോളിഫ്ലവർ? വിച്ച് പാർട്ട് ഓഫ് ഇറ്റ് ഡു വി ഈറ്റ്? സോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇതിന് ചുറ്റിനും കാണുന്ന ഈ ഗ്രീൻ കളർ എന്ന് പറയുന്നത് ലീഫാണ്. ഇതിന് നടുക്ക് കാണുന്ന ഇതെന്ന് പറയുന്നത് ഇൻഫ്ലോറസൻസ് ആണ്, ഓർ മലയാളത്തിൽ പറഞ്ഞാൽ പൂങ്കുല. നമ്മൾ തെങ്ങിന്റെ പൂങ്കുല എന്നൊക്കെ പറയത്തില്ലേ? സോ ആ പൂങ്കുലയാണിത്, ഇൻഫ്ലോറസെൻസ് ആണിത്. സോ ഈ പൂങ്കുല ഇതാണ് നമ്മൾ ഈറ്റ് എന്ന് പറയുന്നത്, ഓർ ദ എഡിബിൾ പാർട്ട് ഓഫ് ദി കോളിഫ്ലവർ ഈസ് ഇറ്റ്സ് ഇൻഫ്ലോറസെൻസ്. ഓക്കെയാ? പക്ഷേ അഗെയിൻ നമ്മൾ ലീഫ് കഴിക്കാറില്ലെങ്കിലും ഒരുപാട് പേര് ലീഫ് കഴിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. മെയിൻലി നോർത്തേൺ പാർട്ട് ഓഫ് ദ ഇന്ത്യ, ഫുഡിന് സ്കേഴ്സിറ്റി ഉള്ളിടത്തെല്ലാം ദേ യൂസ് മാക്സിമം ഔട്ട് ഓഫ് ദിറ്റ്. ഓക്കെ, ബട്ട് ജനറൽ ആയിട്ട് ചോദിച്ചാൽ വിച്ച് പാർട്ട് ഓഫ് ഇറ്റ് ഡു വി ഈറ്റ് എന്ന് ചോദിച്ചാൽ ഇൻഫ്ലോറസൻസ് ആണ്. എക്സ്പാൻഡ് ദ ടേബിൾ. ഓക്കെ, സോ ഇനി പറഞ്ഞിരിക്കുന്നത് ഡിഫറെന്റ് ക്രോപ്സിനെ കുറിച്ചും ആ ക്രോപ്സിന്റെ ഏതൊക്കെ പാർട്ടാണ് നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ചുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഡു ഓൾ പ്ലാന്റ്സ് ഹാവ് എഡിബിൾ പാർട്സ്? എല്ലാ പ്ലാന്റ്സിനും എഡിബിൾ പാർട്ട് ഉണ്ടോ? എഡിബിൾ പാർട്ട് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ എഡിബിൾ പാർട്ട്? എഡിബിൾ പാർട്സ് ആർ ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് which are good for eating, okay, or which are good for our human consumption. Are you getting that? So for example, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന സെക്കൻഡ് പേജ്, നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന തേക്ക് മരമല്ലേ നിങ്ങളുടെ വീട്ടിൽ? സോ തേക്ക് മരത്തിന്റെ ഏതെങ്കിലും പാർട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടോ? രാവിലെ നിങ്ങൾ തേക്ക് മരത്തിന്റെ ഇല പറിച്ച് തോരൻ വെച്ച് കഴിക്കുന്നുണ്ടോ? ഇല്ല. സോ there are plants which part are sometimes edible,
or other trees are there, other plants are there, its parts are edible. So edible ഉണ്ട് നോൺ edible ഉണ്ട്. ഇനി ഒരേ പാർട്ട് ഒരേ പ്ലാന്റ് തന്നെ എടുത്താൽ നമ്മൾ അല്പം മുമ്പ് നമ്മൾ പറഞ്ഞു അമരാന്തസ് ചീരയുടെ കാര്യം നമ്മൾ പറഞ്ഞു വിച്ച് പാർട്ട് ഓഫ് ഇറ്റ് വി യൂസ് ഫോർ ഫുഡ്. സോ ഏത് പാർട്ടാണോ നമ്മൾ ഫുഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അതാണ് എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ അമരാന്തസിന്റെ റൂട്ട് വി വോണ്ട് യൂസ്. Yes or no? Yes. Cauliflower mainly its inflorescence we use as food, that is its edible part. So ഒരു പ്ലാന്റിൽ തന്നെ അതിന് എഡിബിൾ പാർട്ടും നോൺ എഡിബിൾ പാർട്ടും കാണും. അതുപോലെ തന്നെ പല പ്ലാന്റുകളിലും എഡിബിൾ പാർട്ടുകൾ കാണും, പല പ്ലാന്റുകളിലും എഡിബിൾ പാർട്ട് കാണില്ല. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ സം പിക്ചേഴ്സ് ആർ ഗിവൺ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പെപ്പർ ആണ്, പിന്നെ ക്ലോവ്സ്, പിന്നെ ടർമറിക്, ജിഞ്ചർ, കാർഡമം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒബ്സർവ് ദ പിക്ചർ, വാട്ട് ഡു വി യൂസ് ദീസ് പ്ലാന്റ്സ് ഫോർ. നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ തന്നിരിക്കുന്ന എല്ലാ ഐറ്റങ്ങളും നമ്മൾ സ്പൈസസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ആക്ച്വലി. സോ പെപ്പർ, ക്ലൗസ്, ജിഞ്ചർ, കാർഡമം, ദീസ് ഓൾ ആർ സ്പൈസസ്. നമ്മളുടെ ഫുഡിന് ഒരു അരോമാറ്റിക് സ്മെല്ല് കിട്ടാനും ഒരു നല്ല ടേസ്റ്റ് കിട്ടാനും നല്ല ചില്ലി സ്പൈസി എഫക്റ്റ് കിട്ടാനൊക്കെയാണ് വി യൂസ് മെയിൻലി ദീസ് പ്ലാന്റ് പ്രൊഡക്ട്സ്. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ പെപ്പർ എന്ന് പറയുന്നത് പ്ലാന്റിന്റെ ഏത് പാർട്ടായിട്ടാണ് വരുന്നത്? പെപ്പർ എന്ന് പറയുന്നത് സീഡ് ആണ് ആക്ച്വലി. സോ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അത് സീഡ് പോഡാണ്, POD. സോ സീഡ് പോഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും കൺഫ്യൂസ് ചെയ്യേണ്ട. സീഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം വിത്ത്. സോ ഈ സീഡ് ഇതാ ഇങ്ങനെ ഒരു ലൈൻ സ്ട്രക്ചറിൽ വന്നിട്ട് രണ്ട് സൈഡിലും ഒരുപാട് ഗ്രോത്ത് ഹാങ്ങിങ് ആണെങ്കിൽ നമ്മൾ അതിനെ പോഡ് എന്നാ പറയുന്നത്, POD. സോ സീഡ് പോഡാണ് പെപ്പറിൽ. ക്ലൗസിൽ അത് ഫ്ലവർ ബഡ് ആണ്. സോ കീപ്പ് ഇൻ മൈൻഡ് ഫ്ലവർ ബഡ് ആണ്. സോ ക്ലൗസ് നിങ്ങൾക്ക് അറിയാമോ? ഗ്രാമ്പൂ നിങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ബിരിയാണിക്കകത്ത് കിട്ടിയിട്ടില്ലേ? സോ അതാണ് ക്ലൗസ് എന്ന് പറയുന്നത്. പിന്നെ ടർമറിക് കാണാം നിങ്ങൾക്ക്, പിന്നെ ജിഞ്ചർ കാണാം. ടർമറിക് ആണെങ്കിലും ജിഞ്ചർ ആണെങ്കിലും അത് സ്റ്റെം ആണ് ആക്ച്വലി. നമുക്ക് റൂട്ട് ആണെന്ന് പെട്ടെന്ന് തോന്നുമെങ്കിൽ അത് റൂട്ട് അല്ല, അത് സ്റ്റെം ആണ്, മോഡിഫൈഡ് സ്റ്റെം ആണത്. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അതിന്റെ എക്സാക്ട് വേർഡ് റൈസോം എന്നാണ്. റൈസോം എന്നാണ്. നിങ്ങൾക്ക് എക്സാമിന് വേണമെന്ന് തോന്നില്ല, എന്നാലും അറിഞ്ഞിരുന്നു വെച്ചോ. സോ ഈ ഒരു സ്പെഷ്യൽ പാർട്ടിനെ റൈസോം എന്നാ പറയുന്നത്. ഓർ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത് മോഡിഫൈഡ് സ്റ്റെം ആണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. പിന്നെ നിങ്ങൾക്ക് കാണാം കാർഡമം. സോ ആ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ജിഞ്ചർ എന്ന് പറയുന്നത്. ഇത് സ്റ്റെമ്മിൽ നിന്നുള്ള അഡ്വന്റീഷ്യസ് റൂട്ട്സ് വരുന്ന കണ്ടോ നിങ്ങൾ? ഇതാണ് കാർഡമം, ഏലം. ഓക്കെ, സോ കാർഡമത്തിന്റെ സീഡ് ആണ് വി യൂസ് ഫോർ അവർ ഫുഡ്. സോ എഡിബിൾ പാർട്ട് ഓഫ് കാർഡമം ഈസ് സീഡ്. The edible part of ginger is stem. Edible part of turmeric is underground stem. Edible part of cloves is the flower bud. Edible part of pepper is the seed pod. അല്ലാതെ ഇതിന്റെ ലീഫ് അല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മൾ കുരുമുളകിന്റെ ലീഫ് അല്ല കഴിക്കുന്ന സീഡ് പോഡ്. So plants will have their own edible part also there, നോൺ എഡിബിൾ പാർട്ട് ആൾസോ ദെയർ. സോ എഡിബിൾ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതിനാണ് എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ തെങ്ങില്ലേ, നമ്മളുടെ കോക്കനട്ട് ട്രീ. സോ കോക്കനട്ട് ട്രീ തന്നെ എടുത്താൽ അതിന്റെ ഡിഫറെന്റ് പാർട്സിന് ഡിഫറെന്റ് യൂസസ് കാണുമെങ്കിൽ പോലും എഡിബിൾ പാർട്ട് ഏതാ? കോക്കനട്ടിന്റെ അകത്ത് വളരെ ഇൻസൈഡ് ആയിട്ടിരിക്കുന്ന വൈറ്റ് ആ ഒരു സോഫ്റ്റ് ടിഷ്യൂ മാത്രമാണ് നമ്മളുടെ എഡിബിൾ. അതിന്റെ ചിരട്ട പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. സോ കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, നൗ ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിനകത്തുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. കോമൺ പ്ലാന്റ്സ് ലൈക്ക് അടത്തോട. ഇതാണ് അടത്തോട എന്ന് പറയുന്നത്. ആടലോടകം എന്ന് നമ്മൾ നാട്ടിൽ പറയും. കറി ലീവ്സ് പ്ലാന്റ്. കറി ലീവ്സ് പ്ലാന്റ് എന്ന് വെച്ചാൽ എന്തുവാ? നമ്മളുടെ കറിവേപ്പില. യെസ് ഓർ നോ? കറി ലീവ്സ് പ്ലാന്റ്. ഹിബിസ്കസ്, കുറുന്തോട്ടി, പനിക്കൂറ, then നീം, ടച്ച്മീനോട്ട് എന്ന് വെച്ചാൽ തൊട്ടാവാടി ചെടി. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് പ്ലാന്റ്സ് ആ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ പ്ലാന്റ്സ് നമ്മളുടെ സറൗണ്ടിങ്സിൽ കാണും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പ്ലാന്റ്സിനെ നിങ്ങളൊന്ന് പഠിച്ചേക്കോ, ഒന്ന് ലിസ്റ്റ് ചെയ്തേക്കോ, പഠിച്ചേക്കോ എന്ന് പറയുന്നത്. ഇതാണ് ടച്ച്മീനോട്ട്, നമ്മുടെ തൊട്ടാവാടി എന്ന്. നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ വാടി പോകത്തില്ലേ, ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ വന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അടഞ്ഞു പോകുന്നതാണ് തൊട്ടാവാടി എന്ന് പറയുന്നത്. ഇത് ആടലോടകം. ഓക്കെ, നൗ അഗെയിൻ core portion. So all animals depend on plants for food. എല്ലാ അനിമൽസും പ്ലാന്റിനെയാണ് ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന്. സോ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടോ? ആ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? സോ എല്ലാ പ്ലാന്റുകളും എല്ലാ അനിമൽസും ഫുഡിന് വേണ്ടി പ്ലാന്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ നാട്ടിൽ ഒരു ടൈഗർ ഉണ്ട്. ആ ടൈഗർ പ്ലാന്റ് തിന്നുമോ?
ഇല്ല മൃഗങ്ങളെ ഇല്ല. കാര്യം ടൈഗർ എന്ന് പറയുന്നത് കാർണിവോറസ് ആണ്. സോ കാർണിവോറസ് എന്ന് പറഞ്ഞാൽ മാംസഭുക്കളാണ്. ദേ ഈറ്റ് ഓൺലി മീറ്റ്. ഓക്കെയാ. അതേ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കൗ കാണും, നിങ്ങളുടെ വീട്ടിൽ ഗോട്ട് കാണും. സോ ഇതൊക്കെ എന്തൊക്കെയാണ്? പോച്ചയൊക്കെ ഇതൊക്കെ ഹെർബിവോറസ് ആണ്, ഓർ ഹെർബിനെ തിന്നുന്നതാണ്, ഓർ ഗ്രേസിങ് അനിമൽസ് ആണ്. ഇത് പോച്ച തിന്നും, ഓർ ഇത് നമുക്ക് പറയാം പ്ലാന്റ്സിനെ തിന്നുന്നതാണ്. സോ ഹെർബിവോറസ് ആർ ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ദെയർ ഫുഡ്. Carnivores are depend upon herbivores for their food. So all animals depend on plants for food. So primarily plants ആണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് ഹെർബിവോറസ് കഴിക്കും, ഗ്രേസിങ് അനിമൽസ് കഴിക്കും. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് കൺസ്യൂംഡ് ബൈ ദി കാർണിവോറസ്. ഓക്കെ. സോ കാർണിവോറസ് ആൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ പ്ലാന്റ്സ് ഫോർ ഫുഡ്, ബട്ട് ഇൻഡയറക്റ്റ്ലി. സോ ഇങ്ങനെയുള്ള ഈ കണക്ഷനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനില്ലെങ്കിലും ഫുഡിന് വേണ്ടി അനിമൽസ് തമ്മിൽ ഇങ്ങനെ ഡിപ്പെൻഡ് ആവുന്നതാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സ് പ്രൊവൈഡ് ഫുഡ് ഫോർ അസ്. ഓക്കെ. നൗ ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. സോ നിങ്ങൾക്ക് ഈ പിക്ചർ കാണാം. ക്യാൻ യു സീ ദിസ് പിക്ചർ? സോ ഈ പിക്ചറിനകത്ത് കണ്ടോ നിങ്ങൾ? സൺലൈറ്റ് കാണാം, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് ലീഫിൽ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, വാട്ടർ അബ്സോർബ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് റൂട്ടിൽ, പിക്ചറിൽ. സോ അതിൻ്റെ താഴെ ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് യു ക്യാൻ സീ ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ sunlight in presence of sunlight and chlorophyll. Two items. One is glucose, glucose plus second one is oxygen. Or simple ആയിട്ട് പറഞ്ഞാൽ നമ്മളുടെ പ്ലാന്റ്സ് ഇല്ലേ, ഗ്രീൻ പ്ലാന്റ്സ്, അവർ കാർബൺ ഡൈ ഓക്സൈഡിനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുത്തിട്ടെ, വെള്ളത്തെ താഴെ റൂട്ടിൽ നിന്ന് വലിച്ചെടുത്തിട്ടെ, അവരുടെ ലീഫിലാണ് ക്ലോറോഫിൽ ഉള്ളത്. ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ്. സോ ക്ലോറോഫില്ലും സൺലൈറ്റിന്റെയും കൂടെ പ്രസൻസിൽ അവർ ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ഈ ഗ്ലൂക്കോസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് നോക്കാം. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ത്രൂ ദെയർ റൂട്ട്സ്. സോ പ്ലാന്റ്സ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നതിലേ കൂടെ റൂട്ട്സിലൂടെയാണ്. ദിസ് വാട്ടർ കണ്ടെയ്ൻസ് വേരിയസ് മിനറൽസ്. യെസ്, പ്ലാന്റ്സ് ആൾസോ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും അവർ അബ്സോർബ് ചെയ്യുന്നുണ്ട് ത്രൂ മൈന്യൂട്ട് പോർസ് പ്രസന്റ് ഇൻ ദെയർ ലീവ്സ്. അവരുടെ ലീവ്സിലുള്ള മൈന്യൂട്ട് പോർസ്, ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെ പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. സോ ഈ പോർസിനെയാണ് നമ്മൾ സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. ഈ ചെറിയ സുഷിരങ്ങളെയാണ് സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. ഓൾ ദീസ് ഡൺ ഫോർ പ്രിപ്പയറിംഗ് ഫുഡ്. പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ലീവ്സ്. ശരിയാണ്. കിച്ചൺ, പ്ലാന്റ്സിലെ കിച്ചൺ ഏതാണ്? ലീവ്സ് ആണ്. ലീവ്സിൽ വെച്ചാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഗ്ലൂക്കോസ്. സോ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ലീവ്സ്. ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഫോട്ടോസിന്തസിസ്. സോ നിങ്ങളുടെ എക്സാമിൽ ചോദിക്കും വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതുന്നത്? ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ഇൻ പ്ലാന്റ്സ്. യെസ് ഓർ നോ? ഫോട്ടോസിന്തസിസ്. ഫോട്ടോ എന്ന് വെച്ചാൽ ലൈറ്റ് എന്നാ മീനിങ്. സിന്തസിസ് എന്ന് വെച്ചാൽ മേക്കിംഗ്. ഓക്കെ. സോ ഫോട്ടോസിന്തസിസ്, ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് യു ആർ സിന്തസൈസിങ്, യു ആർ മേക്കിംഗ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്. Okay, so photosynthesis is the process of preparation of food in the plants. Okay, food in the plants leaves by absorbing water and minerals through the roots and gaseous exchange of carbon dioxide through the stomata of the leaves. That's it. So photosynthesis il ningal food ne kurichu parayanam, photosynthesis il ningal leaf ne kurichu parayanam, photosynthesis il ningal root nagathoda water minerals absorb cheyyunnane kurichu parayanam. Okay, so sunlight and the pigment present in the leaves called chlorophyll are essential for photosynthesis. The product of photosynthesis is glucose. Oxygen is formed along with it and it is released during daytime. The glucose is formed through the photosynthesis is later converted into starch. Plants prepare their own food and hence they are known as autotrophs. Again, organisms are classified into two. There are autotrophs. There are heterotrophs. HETEROtrophs. So autotrophs and heterotrophs. Autotrophs അതിനകത്ത് meaning auto, self. So സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്.
Heterotrophs means those organisms which depend upon others for their food. That is heterotrophs. Human എന്ന് പറയുന്നത് heterotroph ആണ്. Carnivorous കണ്ടില്ലേ, നമ്മൾ നേരത്തെ ടൈഗറിനെ കണ്ടില്ലേ, carnivorous, that is heterotrophs, because carnivorous depend upon herbivorous. Herbivorous depends upon plants, green plants. Okay, so herbivorous is heterotroph, carnivorous is heterotroph. അതേ സമയത്ത് plant autotrophs ആണ്, because sunlight ന്റെ പ്രസൻസിൽ ക്ലോറോഫിൽ പിഗ്മെന്റിന്റെ സഹായത്തോടു കൂടെ മിനറൽസും വാട്ടറും എല്ലാം അബ്സോർബ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുത്ത് they prepare their own food. That's why they are called autotrophs. So നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കാം what do you mean by autotrophs എന്ന് ചോദിക്കാം. Okay, so what do you mean by autotrophs എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അതിന് ആൻസർ പറയാൻ പറ്റണം. Prepare their own food and are hence known as autotrophs. Autotrophs. So autotrophs are those organisms which prepare their own food. Okay, heterotrophs depends upon other organisms for food. Okay, now ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. വീണ്ടും ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, ഓർ എക്സാമിന് വേണ്ടി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നൗ സ്റ്റൊമാറ്റ നമ്മൾ നേരത്തെ കണ്ടില്ലേ, കാർബൺ ഡൈ ഓക്സൈഡിനെ ലീഫിൽ അബ്സോർബ് ചെയ്യുന്നെന്നും ഓക്സിജനെ റിലീസ് ചെയ്യുന്നെന്നും നിങ്ങൾ പറഞ്ഞില്ലേ, ഇതാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ആ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ചെറിയ സുഷിരങ്ങൾ, ലീവ്സിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെയാണ് ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ദോസ് പോർസ് ആർ കാൾഡ് സ്റ്റൊമാറ്റ. പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് and release oxygen during photosynthesis. This gaseous exchange takes place through small pores in the leaves. These pores are called stomata. They also release water from the plants to the atmosphere. Or സ്റ്റൊമാറ്റയുടെ പ്രൈമറി പർപ്പസസ് എന്ന് പറയുന്നത് ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്ത് ഓക്സിജനെ റിലീസ് ചെയ്യുന്ന പരിപാടി. പക്ഷെ അതേ സമയത്ത് ആ പോർസ് ഓപ്പൺ ആകുന്ന ടൈം ഉണ്ടല്ലോ, സ്റ്റൊമാറ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് എപ്പോഴും ഓപ്പൺ അല്ല. സ്റ്റൊമാറ്റോ ഓപ്പൺ ആകുകയും ചെയ്യും, ക്ലോസ് ആകുകയും ചെയ്യും. സോ ഇത് ഓപ്പൺ ആകുന്ന സമയത്ത് ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് മാത്രമല്ല നടക്കുന്നത്, കുറച്ച് വാട്ടറും ഇവാപ്പറേറ്റ് ചെയ്യപ്പെടും, വാട്ടറും നഷ്ടപ്പെട്ടുപോഴും പ്ലാന്റ്സിൽ നിന്ന്. ഓക്കെ, സോ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല, എന്നാലും അറിഞ്ഞു വെച്ചിരുന്നു. സോ ഇതിനകത്ത് നിങ്ങൾ കണ്ടില്ലേ, ദേ റിലീസ് വാട്ടർ ഫ്രം ദ പ്ലാന്റ്സ്. ഓക്കെ, സോ സ്റ്റൊമാറ്റയിലൂടെ ഈ വാട്ടർ പോകുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമിന് ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യം ഇല്ല, ബട്ട് അടുത്ത ക്ലാസ്സുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ പഠിക്കും. സോ ട്രാൻസ്പിരേഷൻ. സോ പ്ലാന്റ്സ് വാട്ടറിന്റെ പ്ലാന്റ്സ് അതിന്റെ ലീഫിലെ സ്റ്റൊമാറ്റയിലൂടെ വാട്ടർ ലോസ് ചെയ്യുന്നില്ലേ, ട്രാൻസ്പിരേഷൻ. ആക്ച്വലി ട്രാൻസ്പിരേഷൻ നടക്കുന്നത് കൊണ്ടാണ് റൂട്ടിൽ നിന്നും ജലം, വാട്ടർ മേലോട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, സോ സ്റ്റൊമാറ്റ. പിന്നെ അഗെയിൻ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾക്ക് വായിക്കാം. ക്ലോറോഫിൽ. സോ ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഗ്രീൻ കളേർഡ് പിഗ്മെന്റ് ആണ്. സോ വാട്ട് ഈസ് ക്ലോറോഫിൽ? ക്ലോറോഫിൽ ഈസ് എ ഗ്രീൻ കളേർഡ് പിഗ്മെന്റ് സീൻ ഇൻ പ്ലാന്റ് ലീവ്സ്. സോ പ്ലാന്റ് ലീവ്സിൽ കാണപ്പെടുന്ന ഗ്രീൻ കളേർഡ് പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ക്ലോറോഫിൽ അബ്സോർബ് സൺലൈറ്റ് ഫോർ ദ ഫോട്ടോസിന്തസിസ്. സോ ഫോട്ടോസിന്തസിന് വേണ്ട സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്ന പരിപാടി ക്ലോറോഫിൽ പെർഫോംസ്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ, കുറച്ച് മീനിങ്ങുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓർ ഓൾ ലീവ്സ് ഗ്രീൻ ഇൻ കളർ? അല്ല, പല കളറിലുള്ള ഗ്രീൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹാവിൻ യു സീൻ റെഡ് അമരാന്തസ്? ചുമന്ന ചീര നിങ്ങൾ കണ്ടിട്ടില്ലേ, റെഡ് അമരാന്തസ്. സോ റെഡ് അമരാന്തസ്, ഡസ് ദ ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ them? Yes, photosynthesis takes place in them. So then why it is seen as a red? Because അതിനകത്ത് വേറെ ഏതോ പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റിന്റെ ആധിക്യം മൂലം, സിൻസ് ദാറ്റ് പിഗ്മെന്റ് ഈസ് പ്രൊമിനന്റ് ഇൻ ദീസ് ലീവ്സ്, ഇറ്റ് ലുക്സ് ആസ് റെഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം യെസ്, ഫോട്ടോസിന്തസിസ് ഈസ് ഹാപ്പനിങ് ഇൻ ദാറ്റ്. ഓക്കെ, അഗെയിൻ ദിസ് എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ പോർട്ടാണ്. യു ക്യാൻ കം ടു ദി 11th പേജ്. So didn't you realize that red amaranthus has chlorophyll? Yes, red amaranthusന് chlorophyll ഉണ്ടെന്ന് നമുക്ക് ഈ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലായി. എങ്ങനെ എക്സ്പെരിമെന്റ്? താണ്ടെ ബ്ലോട്ടിംഗ് പേപ്പർ എക്സ്പെരിമെന്റ്. ബ്ലോട്ടിംഗ് പേപ്പറിനകത്ത് കളർ ചേഞ്ച് നടക്കും. സോ അതിന്റെ അർത്ഥം അതിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടെന്നാണ്. ഓക്കെയാ? സോ ഈ സോ ദാറ്റ് വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ റെഡ് കളർ? ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ഡിഫറെന്റ് കളേഴ്സ്, ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ യു വിൽ ഗെറ്റ് മോർ ഐഡിയ അബൌട്ട് ദാറ്റ്. ഓക്കെയാ? സോ ഡിഫറെന്റ് കളേഴ്സ്. ഒബ്സർവ് ദ പിക്ചർ. സോ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, ഗ്രീൻ കളർ ഉണ്ട്, ഗ്രേ കളർ ഉണ്ട്, യെല്ലോ കളർ ഉണ്ട്, റെഡ് കളർ ഉണ്ട്. സോ പല കളറിലുള്ള പിക്ചേഴ്സ് യു ക്യാൻ സീ ഹിയർ. ഈസ് ദാറ്റ് ഓക്കെ? സോ എന്താ കാരണമെന്നാണ് ഇവിടെ പറയുന്നത്. വെരി കെയർഫുൾ.
Besides chlorophyll, other pigments also present in the plants. Hence, leaves with the pigment xanthophyll, XANTHOPHYL, leaves with the pigment xanthophyll appear yellow in color. So if in the exam it asks why the leaves look yellow in color, because the pigment xanthophyll is present in that. Those with the carotene appear yellowish orange. So yellowish orange color ഉണ്ടെങ്കിൽ അതിനകത്ത് carotene ഉണ്ടെന്ന അർത്ഥം. Orange color yellowish ആയിട്ടുള്ള. Yellow color ആണെങ്കിൽ xanthophyll ആണ്. Yellowish orange color ആണെങ്കിൽ അതിന്റെ അർത്ഥം carotene present ആണെന്നാണ്. Yes or no? Yes. And anthocyanin എന്ന് പറയുന്ന pigment ഉണ്ടെങ്കിൽ the leaf look red in color. So leaf red ആണ് കളർ എങ്കിൽ, ലീഫിന്റെ കളർ റെഡ് ആണ് കളർ എങ്കിൽ അതിന്റെ അർത്ഥം there is a pigment present in that is known as anthocyanin. So മൂന്ന് pigment നിങ്ങൾ കണ്ടു. Xanthophyll you have seen, carotene you have seen, anthocyanin you have seen, and chlorophyll എന്ന് പറയുന്ന pigment നിങ്ങൾ കണ്ടു കഴിഞ്ഞു. Chlorophyll എന്ന് പറയുമ്പോൾ ഗ്രീൻ കളർ ആയിരിക്കും, xanthophyll എന്ന് പറയുമ്പോൾ യെല്ലോ കളർ ആയിരിക്കും, carotene ഉണ്ടെങ്കിൽ യെല്ലോയിഷ് ആയിട്ടുള്ള ഓറഞ്ച് കളർ ആയിരിക്കും, anthocyanin ആണെങ്കിൽ റെഡ് കളർ ആയിരിക്കും. ഓക്കെ, ഹിയർ അഗെയിൻ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ചെറിയ ഒരു പസിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്തുവാണെന്ന് വെച്ചാൽ ബൈജു എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ബെഡ്റൂമിൽ ഒരുപാട് ഗ്രീൻ പ്ലാന്റ്സിനെ കൊണ്ടുവച്ചു. He thought that during night time he will get better oxygen because plants through the photosynthesis they absorb carbon dioxide and releases oxygen. So he thought like that. Is it a right thing to do or is it bad for health എന്നാണ് ചോദ്യം. Actually this is bad for health. Don't do like that because നമുക്കറിയാം photosynthesis perform ചെയ്യുന്നത് during daytime ആണ്. Yes or no? Because photosynthesis ന് photo വേണം. Photo means you need light. In presence of light മാത്രമേ ഈ photosynthesis നടക്കൂ. photosynthesis നടക്കുമ്പോൾ മാത്രമേ കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യും. സോ ഫോട്ടോസിന്തസിസ് നടക്കണം അതിന്. നൈറ്റ് ടൈം ഇറ്റ് വോണ്ട് ഹാപ്പൻ, ഡാർക്ക് ടൈം ഇറ്റ് വോണ്ട് ഹാപ്പൻ. ഓക്കെ, സോ ഡാർക്ക് ടൈം വാട്ട് ഈസ് ഹാപ്പനിങ്? ഡാർക്ക് ടൈമിൽ പ്ലാന്റ്സ് ആൾസോ ഡൂയിങ് റെസ്പിറേഷൻ. സോ നെക്സ്റ്റ് പേജ് യു ക്യാൻ സീ ദാറ്റ് photosynthesis and respiration. Can you see that picture? Yes. So ഇതിനകത്ത് നിങ്ങൾക്ക് കാണാമോ അറ്റ്മോസ്ഫിയർ ഉണ്ട് നടുക്ക്, ലെഫ്റ്റ് സൈഡില് ഗ്രീൻ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ, റൈറ്റ് സൈഡിലോ പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, ഹ്യൂമൻസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഫിഷ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്. സോ റൈറ്റ് സൈഡില് ഡിഫറെന്റ് ഓർഗാനിസം ദാറ്റ് ഇൻക്ലൂഡ് പ്ലാന്റ്സ് ആൾസോ, ലെഫ്റ്റ് സൈഡില് പ്ലാന്റ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി ലെഫ്റ്റ് സൈഡിലെ പിക്ചറിൽ എന്തോ കൊടുത്തിരിക്കുന്നത്? ഫോട്ടോസിന്തസിസ്, റൈറ്റ് സൈഡിൽ റെസ്പിറേഷൻ. സോ ഫോട്ടോസിന്തസിസിൽ ഏത് ഗ്യാസ് ആണ് അബ്സോർബ് ചെയ്യുന്നത്, ഏതാണ് റിലീസ് ചെയ്യുന്നത്? സീ ദ പിക്ചർ. ഓക്കെ, ചാർട്ട് കാണുന്നോ? കാർബൺ ഡയോക്സൈഡിനെ എടുത്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, റെസ്പിറേഷനിലോ ഓക്സിജനെ എടുത്തിട്ട് ചെക്ക് ദി ആരോ, ഓക്സിജനെ എടുത്തിട്ട് കാർബൺ ഡയോക്സൈഡിനെ അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യുന്നു. യെസ് ഓർ നോ? ഓർ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡ്യൂറിങ് റെസ്പിറേഷൻ ഓൾ ഓർഗാനിസംസ് ഞാൻ പറയുന്ന സ്പെല്ലിംഗ് എന്ന് പറയുന്ന ഓർഗാനിസം എന്ന് വെച്ചാൽ മലയാളത്തിൽ പറഞ്ഞാൽ ജീവി. ഓക്കെ, സോ ഓൾ ഓർഗാനിസംസ് ദാറ്റ് ഇൻക്ലൂഡ് പ്ലാന്റ്സ് ആൾസോ, ആനിമൽസ് ആൾസോ, amphibians, reptiles, anything. So all organism during respiration takes oxygen, releases carbon dioxide. So plants also that is doing its respiration. Night time il photosynthesis കാണത്തില്ല, respiration മാത്രമേ കാണൂ. Or during night time plants also releases carbon dioxide. So നിങ്ങളുടെ ബെഡ്റൂമിൽ ഗ്രീൻ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഗുഡ് ആണോ? No, it is bad for health. Okay? ഈ ബോക്സ് നിങ്ങൾക്ക് കാണാം. When green plants carry out photosynthesis during daytime, carbon dioxide is absorbed, oxygen is released. Yes. Since photosynthesis does not take place at night, oxygen is not released. Yes. All organisms, spelling കാണുന്നോ നിങ്ങൾ? All organisms, ORGANISMs. All organisms, organism എന്ന് വെച്ചാൽ ജീവികൾ മലയാളത്തിൽ പറഞ്ഞാൽ. All organisms including plants respire day and night. സോ ഡേ ടൈമിൽ നൈറ്റ് ടൈമിൽ അവർ റെസ്പിറേഷൻ ചെയ്യുന്നല്ല, നൈറ്റ് ടൈമിൽ മാത്രമല്ല, പക്ഷെ ഡേ ടൈമിൽ പ്രത്യേകത ദേ റിലീസസ് ഓക്സിജൻ ടു.
but oxygen is taken in and carbon dioxide is given out at night time. Given out at that time means during respiration എപ്പോഴും carbon dioxide ആയിരിക്കും റിലീവ് ചെയ്യുന്നത്. So ഇത് again ഒരു introduction part. You can come to the 13th picture. 13th pictureൽ 3 ടൈപ്പ് ഓർഗാനിസംസിനെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് വണ്ട. വണ്ട is a type of epiphytes. സെക്കൻഡ് എന്ന് പറയുന്നത് ലൊറാന്തസ്. ലൊറാന്തസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെമി പാരസൈറ്റ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കസ്ക്യൂട്ട. കസ്ക്യൂട്ട is a complete parasite or total parasite ആണ്. Is that okay? So first one എന്ന് പറയുന്നത് വണ്ട. മലയാളത്തിൽ പറഞ്ഞാൽ ഇതിനെ മരവാഴ എന്ന് പറയും. മരവാഴ. ലൊറാന്തസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ അതിനെ ഇത്തിൾ എന്ന് പറയും. കസ്ക്യൂട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ആകാശ വല്ലി എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ മൂന്നാണ് നമുക്കുള്ളത്. പിന്നെ റെഫ്ലേഷ്യ എന്ന് പറയുന്ന പ്ലാന്റ്. ഓക്കെ, സോ മരവാഴ, വണ്ട എന്ന് പറയുന്ന ഒരു എപ്പിഫൈറ്റ് ആണ്. ലൊറാന്തസ് എന്ന് പറയുന്ന ഒരു സെമി പാരസൈറ്റ് ആണ്, കംപ്ലീറ്റ് പാരസൈറ്റ് ആണ് കസ്ക്യൂട്ട എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നോക്കാതെ എന്തുവാണെന്ന്. മരവാഴ, വണ്ട എന്ന് പറയുന്നത് എന്താ എപ്പിഫൈറ്റ്? സിമ്പിൾ ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞു തരാം, എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് നോക്കാം. 3 പ്ലാന്റ്സിന്റെ പ്രത്യേകതയും ഇതിനകത്തൊരു ഹോസ്റ്റ് ഉണ്ടായിരിക്കും. HOST, ഒരു ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടായിരിക്കും. ഹോസ്റ്റ് പ്ലാന്റ് എന്ന് വെച്ചാൽ വേർ ദ ലീവ്. നമുക്കറിയാം ജനറലി പ്ലാന്റ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റ്സ് ഒരു റൂട്ട് കാണും. റൂട്ട് എന്ന് പറയുന്നത് സോയിലിനകത്തായിരിക്കും നിൽക്കുന്നത്. യെസ് ഓർ നോ? സ്റ്റെമ്മ് കാണും, സ്റ്റെമ്മ് കാണും. ഓക്കെ, സ്റ്റെമ്മ് കാണും, ബ്രാഞ്ച് കാണും, ലീവ്സ് കാണും, റൂട്ട് കാണും. അതാണ് നോർമലി ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ടൈപ്പ് പ്ലാന്റ് ഉണ്ടല്ലോ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന എപ്പിഫൈറ്റ്സ്, സെമി പാരസൈറ്റ്, കംപ്ലീറ്റ് പാരസൈറ്റ്, ഇതൊന്നും ദേ ആർ നോട്ട് റൂട്ടഡ് ഇൻ സോയിൽ. വേർ ദേ ആർ റൂട്ടഡ്? ദേ ആർ റൂട്ടഡ് ഇൻ സം ഹയർ ട്രീസ്. സോ മറ്റേതെങ്കിലും മരങ്ങളിൽ ജീവിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. സോ മരവാഴ, വണ്ട നിങ്ങൾ കണ്ടാൽ അറിയാം ഇതൊരു ട്രീക്കകത്താണ് നിൽക്കുന്നത്. സെമി പാരസൈറ്റും കംപ്ലീറ്റ് പാരസൈറ്റ് ആൾസോ സിമിലർ ഇൻ ദാറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം ഇനി എന്തുവാണെന്ന്. എപ്പിഫൈറ്റിന്റെ പ്രത്യേകത, എപ്പിഫൈറ്റ് ജസ്റ്റ് സപ്പോർട്ടിന് വേണ്ടി, ജസ്റ്റ് ഇരിക്കാൻ വേണ്ടി മാത്രമേ ട്രീസിനെ യൂസ് ചെയ്യൂ. ദേ വോണ്ട് ഹാം ദാറ്റ് ട്രീസ്. ഓക്കെ, സെമി പാരസൈറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ദേ പാർഷ്യലി ഹാം ദാറ്റ് ട്രീസ്. മെയിൻലി യു ക്യാൻ സീ ലൊറാന്തസ് ഇൻ യുവർ മാംഗോ ട്രീ ഇൻ യുവർ ഹോം. മാംഗോ ട്രീയിൽ ചില ബ്രാഞ്ചുകൾ നിങ്ങൾ ഉണങ്ങിപ്പോകുന്നത് ശ്രദ്ധിച്ചു കാണും. എല്ലായിടത്തും നടക്കണം എന്നില്ല, ചില സമയത്ത്. സോ ഈ ചില ബ്രാഞ്ചുകൾ ഉണങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിനകത്ത് ഒരു ഗ്രീൻ പ്ലാന്റ് വളർന്നു വന്ന ശേഷമാണ് ദാറ്റ് ബ്രാഞ്ച് ഈസ് കംപ്ലീറ്റ്ലി ഡ്രൈയിങ് ഔട്ട് ബിക്കോസ് ഡ്യൂ ടു സെമി പാരസൈറ്റിസം. ദിസ് കസ്ക്യൂട്ട ഈസ് എ കംപ്ലീറ്റ് പാരസൈറ്റ്. ഓക്കെ, ലെറ്റ് സി. സോ എപ്പിഫൈറ്റ്സിന്റെ കാര്യം നമുക്ക് നോക്കാം. വണ്ട ഈസ് എ കോമൺ ടൈപ്പ് ഓഫ് ഓർക്കിഡ് സീൻ ഇൻ യുവർ ലൊക്കാലിറ്റി. ഓക്കെ, ദീസ് റൂട്ട്സ്, സോ യു ക്യാൻ സീ ദാറ്റ് റൂട്ട്സ് ഈസ് ഹാങ്ങിങ്. അതിനകത്ത് കാണാൻ പറ്റുന്നില്ല, ഇതിനകത്ത് നോക്കാം നിങ്ങൾക്ക്. These roots are hanging. These roots are peculiar. These roots can absorb moisture from the atmosphere. So earlier we have seen roots are absorbing water from the soil, water and minerals. Here you can see these roots of vanda that can absorb moisture from the atmosphere. This is why these plants can grow even without the soil. These plants depend upon other plants only for the shelter, only for the support, only for that living area. They are depending upon other plants, mainly other trees. Okay, adana epiphyte ennu parayunnathu. Keep in mind, epiphyte never harm its host. It won't harm its host. Host won't be affected at all. Okay, now parasitic plants. പാരസൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പാരസൈറ്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്റ്റിലാണ് എപ്പോഴും ജീവിക്കുന്നത്. പാരസൈറ്റ് ആ ഹോസ്റ്റിനെ ഹാം ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ തറയിൽ ഉള്ള പെയിൻ ലീക്ക്, സോ ദാറ്റ് ഇസ് എ പാരസൈറ്റ്. ചില സമയത്ത് വിരയിളക്കത്തിനൊക്കെ മരുന്ന് കൊടുക്കാറുണ്ട് നമ്മൾ മൃഗങ്ങൾക്ക്. ദാറ്റ് വിര എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ പാരസൈറ്റ് ആക്ച്വലി. മരുന്ന് കൊടുത്തില്ലെങ്കിൽ ആഫ്റ്റർ സം ടൈം
അനിമൽ അത് അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ആയി അത് മരണം വരെ സംഭവിക്കാം. സോ പാരസൈറ്റ് സം വേ ഹാമിങ് ദ ഹോസ്റ്റ്. സെമി പാരസൈറ്റ് എന്ന് പറയുന്നത് പാർഷ്യലി ഹാം ചെയ്യുന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സെമി പാരസൈറ്റ് അവരുടെ ഫുഡ് ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്, ബട്ട് ഫ്രം ദ ഹോസ്റ്റ് ദേ ആർ അബ്സോർബിങ് ദ മിനറൽസ്. സോ ആ മിനറൽസ് എന്ന് പറയുന്നത് ദോസ് പ്ലാന്റ്സ് ദോസ് ട്രീസ് ഫോർ ദെയർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ഫോർ ദെയർ necessity they have absorbed from the soil, that will be taken away, that will be snatched by the Loranthus type of organisms, parasites, and those Loranthus food they were their own food. Okay, partially. At the same time, if you are taking complete parasite, they are not just taking the minerals, they are taking the food itself. Okay, both will harm the host. Okay, even though Loranthus has leaves and roots, it prepare food by absorbing water and minerals from the host plant. Cuscuta is a light yellowish. This one spreads over the plant. Some plants absorb food from the plant which they leave. They do not prepare food for themselves. Okay, നമുക്ക് ഈ ബോക്സ് നോക്കാം. നെക്സ്റ്റ് പേജ് ബോക്സ് നോക്കാം. നെക്സ്റ്റ് പേജ് ആണ്. Plants that absorb water and minerals from the host plant and prepare their own food with the help of their leaves, known as semi-parasite. Example, Loranthus. Plants that absorb food directly from the host plants are total parasite. So these plants are not preparing their food. They are not preparing their food, but semi-parasite are preparing their food. So this is example Cuscuta. Okay. Both semi-parasite and total parasite harming the host plants. Semi-parasite കുറച്ചേ ഹാം ചെയ്യുന്നുള്ളെങ്കിൽ കംപ്ലീറ്റ് പാരസൈറ്റ് ടോട്ടൽ പാരസൈറ്റ് ഫുൾ ഹാം ചെയ്യുന്നുണ്ട്. അതേസമയത്ത് എപ്പിഫൈറ്റ് ആർ ദേ ഹാമിങ് ദ ഹോസ്റ്റ്? Epiphytes are they harming the host? No. Epiphytes only using the organisms, only using the take of trees only for their shelter. Okay, they are not harming the plants anyway. Now comes to the next category of plants. These plants are known as saprophytes. So saprophytes are Neotia monotropa. So saprophytes are those kinds of plants which leaves on decomposed matter or which leaves on dead and decayed organic substance, organic matter. Okay, dead and decayed organic മാറ്ററിലാണ് ഇത് വളരുന്നത്. സോ ഈ നിയോട്ടിയ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓർക്കിഡ് ആണ് ഇതെല്ലാം. Okay, so what is saprophytes? Saprophytes are such a kind of plants which grows by absorbing nutrients from dead and decayed decomposed matter. Okay, next comes bread mold. So ബ്രെഡിനകത്തുള്ള ഒരുതരം പായലാണ് ഇതെന്ന് പറയുന്നത്, പൂപ്പലാണ് ഇതെന്ന് പറയുന്നത്. സോ ഇതൊരു ഫഞ്ചൈ ആണ്. ഓക്കെ, സോ ഫഞ്ചൈ എന്ന് പറയുന്നത് കീപ്പ് ഇൻ മൈൻഡ് ഫഞ്ചൈ ഈസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്. എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഫഞ്ചൈ ഡു നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, സോ വൺ ഓഫ് ദി എക്സാമ്പിൾ നമ്മൾ ബ്രെഡ് എടുക്കുകയാണെങ്കിൽ ബ്രെഡ് തണുപ്പടിച്ചിരുന്നാൽ അതിനകത്ത് പൂപ്പൽ വരും. ദാറ്റ് ഈസ് എ ഫഞ്ചൈ, ദാറ്റ് ഈസ് എ പോയിസണസ് ഐറ്റം. സോ അതിനാണ് ബ്രെഡ് മോൾഡ് എന്ന് നമ്മൾ പറയുന്നത്. സോ ബ്രെഡ് മോൾഡ് എന്ന് പറയുന്നത് ദാറ്റ്സ് എ പോയിസൺ, ദാറ്റ്സ് എ ഫഞ്ചൈ. ഓക്കെ, നമ്മുടെ പെനിസിലിൻ എന്ന് പറയുന്ന വാക്സിൻ ഇല്ലേ, പെനിസിലിൻ എന്ന് പറയുന്ന വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ബാക്ടീരിയയ്ക്ക് എവിടെ എഗെയിൻസ്റ്റ് ഉള്ള വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ഈ ബ്രെഡിന്റെ മോൾഡിൽ നിന്നാണ്. ഈ ബ്രെഡിന്റെ മോൾഡിലുള്ള ഈ ഫഞ്ചൈ ഉണ്ടല്ലോ, ദാറ്റ് ക്രിയേറ്റ്സ് ആക്ച്വലി എ പോയിസൺ. സോ ബ്രെഡിന്റെ ഈ പൂപ്പൽ പിടിച്ച സ്ഥാനത്ത് ബാക്ടീരിയ കനോട്ട് ഗ്രോ ബിക്കോസ് ഒരു പോയിസൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിച്ചാൽ പോലും മരിക്കും ഈ ബ്രെഡ് മോൾഡ്. ഓക്കെ, നൗ മഷ്റൂം. മഷ്റൂംസ് ഈസ് എ സാപ്രോട്രോഫ്. നമ്മൾ നേരത്തെ കണ്ടില്ല സാപ്രോട്രോഫ്, അതിന് എക്സാമ്പിൾ ആണ് മഷ്റൂമും. മഷ്റൂം പോപ്പിംഗ് അപ്പ് ലൈക്ക് അംബ്രല, ഇറ്റ്സ് ഫെമിലിയർ ഫോർ യു. ഓക്കെ, സോ ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്റർ ആണ് മഷ്റൂമും യൂസ് ചെയ്യുന്നത്. നൗ വേറെ കുറച്ച് ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും. ഓക്കെ, സോ നമ്മൾ കണ്ടു എ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്. ഇതുവരെ നമ്മൾ ഒരു ടൈപ്പ് പ്ലാന്റിനെ കണ്ടു. ആ പ്ലാന്റ് എന്ന് പറയുന്നത് ഒന്ന്
റൂട്ടഡ് ആയിരിക്കും, അതിന് റൂട്ട് കാണും, അതിന് ബ്രാഞ്ച് കാണും, ലീവ്സ് കാണും, അവർ മര്യാദയ്ക്ക് അങ്ങ് വളർന്നോളും. സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് നമ്മൾ കണ്ടു, ദാറ്റ് പ്ലാന്റ്സ് ലീവ്സ് ഇൻ അതർ പ്ലാന്റ്സ്. ഫോർ എക്സാമ്പിൾ എപ്പിഫൈറ്റ് ഈ ഒരു ട്രീയുടെ ബ്രാഞ്ചിലായിരിക്കും വളരുന്നത്. സെമി പാരസൈറ്റ്, കംപ്ലീറ്റ് പാരസൈറ്റ്, ദാറ്റ് ലീവ്സ് ഓൺ അതർ പ്ലാന്റ്സ്. Now we are going to see some other kinds of plants that is making use of these plants. How? As a support. For example, one is climber. So ആ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ മീനിങ്. Climber is a kind of plants that climb on its support. So ഇങ്ങനെ ക്ലൈംബ് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ കയറി പോകണമെങ്കിൽ they need some special kinds of projections, special kinds of parts. Example, tendrils. നിങ്ങൾ കോവയ്ക്കയിലൊക്കെ വീട്ടിൽ കണ്ടിട്ടില്ലേ ടെൻഡ്രിൽസ്, ഈ സ്പ്രിംഗ് പോലത്തെ വളരുന്ന ടെൻഡ്രിൽസ് ഹെൽപ്പ് ഫോർ ക്ലൈംബിങ് ഓൺ ഇറ്റ്സ് സപ്പോർട്ട്. അടുത്തുള്ള മരങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ചില മരങ്ങൾ നമ്മൾ കമ്പുകൾ കൊടുത്തിട്ടുള്ള അതിനകത്തായിരിക്കാം they climb on it. Or in the case of pepper, it may be clinging roots. Okay, so climbers എന്ന് വെച്ചാൽ എന്തുവാ? Climbers are those kind of weak stemmed plants. They climb on other plants with the support of spring-like tendrils or clinging roots. Okay, so clinging roots. So you can see pepper vine. അതായത് നമ്മളുടെ പെപ്പറിൻ്റെ ചെടിയാണിത്. പെപ്പറിൻ്റെ ചെടിക്കകത്ത് നമ്മൾ എന്തുവാ ക്ലിങ്ങിങ് റൂട്ട്സ് ആണ്. അതൊരു തരം റൂട്ട്സ് ആണ്. ഈ റൂട്ടിലൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അവർ ഫുഡ് എടുക്കുകയല്ല ചെയ്യുന്നത്, ഈ റൂട്ട് ജസ്റ്റ് ക്ലിങ് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. സ്നേക്ക് ഗോഡ്, ബിറ്റർ ഗോഡ്, ഗ്ലോറിയോസ, ഇതെല്ലാം ക്ലൈംബേഴ്സിന് എക്സാമ്പിൾ ആണ്. ദാറ്റ് ക്ലൈംബ് ഓൺ ഇറ്റ്സ് സപ്പോർട്ട്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ക്രീപ്പേഴ്സ് ആണ്. സോ ആ വേർഡിൽ തന്നെ ഉണ്ട് മീനിങ്, ദേ ക്രീപ്പ് ത്രൂ ദ സോയിൽ. സോ സോയിലിനകത്ത് ഒരു വളരെ വലിയൊരു കാട് പോലായിരിക്കും നിങ്ങൾ കാണുന്നത്, പോച്ച കിളിച്ച് കണക്കുന്ന കണക്ക് കാട് പോലായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇത് ഒരു പ്ലാന്റ് തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ മത്തനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, മത്തങ്ങയൊക്കെ കിളിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കിളിച്ചിരിക്കുന്നത്. ഒരുപാട് ഇങ്ങനെ വളർന്നു പോകും, പലയിടത്തും മത്തങ്ങ കിളിച്ച് വരും. ഓക്കെയാ. സോ ക്രീപ്പേഴ്സ് ഇതിനകത്ത് സീ നിങ്ങൾക്ക് കാണാം. വാട്ട് ഈസ് ക്രീപ്പേഴ്സ്? Creepers also weak stemmed plants, but that grow creeping on the ground. What is climbers? Weak stemmed plants that climb on its support. What is creepers? Weak stemmed plants that creep on the ground. Okay, for example ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വീറ്റ് പൊട്ടറ്റോ എടുത്ത് നോക്കിയാൽ, സ്ട്രോബെറി എടുത്ത് നോക്കിയാൽ, ഹൈഡ്രോകോട്ടൈൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മി, നമ്മൾ പറയുന്ന ബ്രഹ്മി ഉണ്ടല്ലോ, അതാണ് ഹൈഡ്രോകോട്ടൈൽ എന്ന് പറയുന്നത്. These plants do not possess tendrils or clinging roots. So tendrils or clinging roots you can see in which kinds of plants? Tendrils you can see in climbers. എവിടാ ശ്രദ്ധിച്ചിരിക്കുന്നത്? But creepers are devoid of these kinds of extra parts. So ഒരിക്കലും ഹൈഡ്രോകോട്ടയിലോ സ്ട്രോബെറിയിലോ സ്വീറ്റ് പൊട്ടയിലോ നിങ്ങൾക്ക് ഈ ടൈപ്പ് ടെൻഡ്രിൽസോ ക്ലിങ്ങിങ് റൂട്ട്സോ കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ റോഹന്? എന്തുവാ ക്രീപ്പേഴ്സ് എന്ന് വെച്ചാൽ? എന്താ ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത് താങ്ങി നിന്നു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു താങ്ങ് കൊടുക്കുന്നോ ക്രീപ്പറിന്? അന്നേരം ക്ലൈംബർ എന്തുവാ? എവിടാ ശ്രദ്ധിച്ചിരിക്കുന്നത്? ചാപ്റ്റർ ഇപ്പൊ അങ്ങ് തീരും. ക്ലൈംബർ എന്ന് വെച്ചാൽ ക്ലൈംബിന്റെ മീനിങ് എന്തുവാ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ക്ലൈംബ്? ക്ലൈംബ് ചെയ്യാൻ വേണ്ടി അതിനെ എന്തോ വേണം ആ പ്ലാന്റ്സിന്? സ്ട്രോങ് ആയിട്ടുള്ള താങ്ങ് വേണോ? അതാണ് ആ പ്ലാന്റിന് വേണ്ടത്. അതിനെ ക്ലൈംബ് ചെയ്യാൻ എയ്തർ യു നീഡ് ക്ലിങ്ങിങ് റൂട്ട്സ് ഓർ യു നീഡ് ടെൻഡ്രിൽസ്. എന്തുവാ ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്? കൊള്ളാം. സോ ഈ സ്പ്രിങ്ങിലേക്ക് ഈ കാണുന്ന പ്രൊജക്ഷൻ ആൻഡ് ടെൻഡ്രിൽസ് മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. വളരെ ക്ലിയർ ആയിട്ട് നോക്കുക. സോ മറന്നു പോകരുത്. ഇനി റൂട്ട്സിന്റെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് റൂട്ട്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
പ്രോപ്പർ റൂട്ട്സും സ്റ്റിൽറ്റ് റൂട്ടും. നെക്സ്റ്റ് പേജിൽ. സോ നിങ്ങൾ രണ്ട് തരത്തിലുള്ള ട്രീ ഈ പടത്തിൽ കാണുന്നുണ്ട്. ഒന്ന് ബെന്യൻ ട്രീ, നമ്മുടെ നാട്ടിൽ കാണുന്ന ആൽമരങ്ങളില്ലേ, ബെന്യൻ ട്രീ, പിപ്പൽ ട്രീ. സോ ബെന്യൻ ട്രീ നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്ക്രൂ പൈൻ നിങ്ങൾക്ക് ഈ കാണാം. സോ ബെന്യൻ ട്രീന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തും റൂട്ട്സ് മെയിൻ റൂട്ട് അല്ലാതെ ബ്രാഞ്ചിൽ നിന്നും താഴോട്ട് പടർന്നു വരുന്ന റൂട്ടുണ്ട്. സ്ക്രൂ പൈൻ്റെ മെയിൻ സ്റ്റെമ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂട്ടത്തോടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റൂട്ട്. ഇത് രണ്ടും എ കൈൻഡ് ഓഫ് റൂട്ട്സ് ആണ്. ഓക്കെ, സോ ഈ ഫസ്റ്റ് ടൈപ്പ് ഓഫ് റൂട്ടിനെയാണ് പ്രോപ്പർ റൂട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് റൈറ്റ് ഓഫ് റൂട്ട്സിനെയാണ് സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയുന്നത്. സോ സ്റ്റിൽറ്റ് റൂട്ട്, അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാ? എസ്. സോ സ്റ്റിൽറ്റ് റൂട്ട്, എസ് ഫോർ സ്റ്റെം, ഓർ സ്റ്റെമ്മിൽ നിന്നും വളർന്ന് താഴോട്ട് വന്ന് ആ സ്റ്റെമ്മിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതാണ് സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്ക്രൂ പൈൻ. പ്രോപ്പർ റൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ബെന്യൻ ട്രീയിൽ കാണുന്നതാ. അന്നേരം ഇതിനകത്ത് എന്തുവാ? ഇതിനകത്ത് മെയിൻ സ്റ്റെമ്മിൽ നിന്നല്ല ഈ റൂട്ട് വളർന്നു വരുന്നത്, ഏതെങ്കിലും വളർന്നു പോകുന്ന ബ്രാഞ്ചിൽ നിന്നായിരിക്കും വളർന്നു വരുന്നത്. ഓക്കെയാ? സോ അതാണ് ഡിഫറൻസ്. അതർവൈസ് രണ്ടിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. നോക്കാം നമുക്ക്. റൂട്ട്സ് ആർ നോട്ട് യൂസ്ഡ് ഓൺലി ടു അബ്സോർബ് വാട്ടർ ആൻഡ് ദ മിനറൽസ് ബട്ട് ആൾസോ ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്. ശരിയാണ്, പ്ലാന്റ്സിനെ ആ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്ന ആരാ? നമ്മൾ മഴയും കാറ്റൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടല്ലേ പ്ലാന്റ്സ് ഇങ്ങനെ കടപുഴകി വീഴുന്നത്, മറിഞ്ഞു വീഴുന്നത്. അങ്ങനെ മറിഞ്ഞു വീഴുന്നതിന് കാരണം എന്താ? ആ റൂട്ടിന് അവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ റൂട്ട് മണ്ണിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് മരങ്ങൾ വീഴുന്നത്. ദാറ്റ് മീൻസ് വാട്ട് ആർ ദ യൂസസ് ഓഫ് റൂട്ട്സ്? വൺ, to absorb water and minerals. Second one, to provide support to the plants. So soil ഉറപ്പിച്ച് നിർത്തുന്നത്, to make the plant stand straight in the soil. It is the job of a root. But proper root and stilt roots are root that seen above the soil. So soilന്റെ അടിയിൽ കാണപ്പെടുന്നതല്ലത്. That is seen above the soil to support the plants. So roots are not every time seen ബിലോ ദ സോയിൽ. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഒരു പ്ലാന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും റൂട്ട്സ് നമ്മൾ കാണുന്നത് ബിലോ ദ സോയിലാണ്. പക്ഷേ there are roots that can be seen above the soil. Good. That can be seen above the soil. So ആ ടൈപ്പ് ഓഫ് സോയിൽസിന് എക്സാമ്പിൾ ആണ് പ്രോപ്പർ റൂട്ടും സ്റ്റിൽറ്റ് റൂട്ടും. സോ പ്രോപ്പർ റൂട്ട് നിങ്ങൾക്ക് ഏത് മരത്തിലാണ് കാണാൻ പറ്റുന്നത്? ബെന്യൻ ട്രീ. സ്റ്റിൽറ്റ് റൂട്ടോ? സ്ക്രൂ പൈൻ. സോ സ്റ്റിൽറ്റ് റൂട്ടിന്റെ പ്രത്യേകത എന്തുവാ? സ്റ്റിൽറ്റ് റൂട്ടും പ്രോപ്പർ റൂട്ടും താങ്ങാൻ വേണ്ടിയുള്ളതാ. എന്തുവാ അതിന്റെ പ്രത്യേകത? ഇത് വാട്ടർ അബ്സോർബ് ചെയ്യുന്നില്ല. ഈ റൂട്ട് എന്ന് പറയുന്നത് വെറും താങ്ങ് റൂട്ടുകൾ മാത്രം. ഇതൊന്നും വാട്ടർ അബ്സോർബ് ചെയ്യുന്നില്ല. കാറ്റ് അതൊക്കെ രണ്ടും ഓക്കെ. വാട്ട് ഈസ് ദ ബേസിക് യുണീക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോപ്പർ റൂട്ട് ആൻഡ് സ്റ്റിൽറ്റ് റൂട്ട്? Roots seen in the banyan tree are proper roots. These roots grow downward from aerial branches. So aerial branches il ninnu varunnathana proper root ennu parayunnathu. Okay, but look at the roots in the screw pine. It is from the stems that the roots grow downward. That is known as stilt root. So in the case of stilt root, the roots grow down from the stem. In the case of proper root, the roots grow down from aerial branches. Okay, next is mangroves. So mangroves എന്ന് പറയുന്നത് നമുക്കറിയാം. മാൻഗ്രൂവ്സിന്റെ മലയാളം എന്തുവാ? ഇന്നലത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലേ? വെള്ളത്തിൽ വളരുന്ന ആമ. മാൻഗ്രൂവ്സ് എന്ന് പറയുന്നത് കണ്ടൽ കാടുകൾ. സോ കണ്ടൽ കാടുകൾ നമുക്കറിയാം. നമ്മൾ ഈ ഒരുപാട് സുനാമി എന്ന് പറയുമ്പോൾ, സൈക്ലോൺ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നതാണ് കണ്ടൽ കാടുകൾ. കണ്ടൽ കാടുകൾ അങ്ങനെ അത്ര പെട്ടെന്ന് കാറ്റടിച്ച് പൊഴുതു പോകത്തില്ല. ഓക്കെ, സോ മാൻഗ്രൂവ്സ് ആർ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് വി ക്യാൻ സീ ഇൻ മാർഷി റീജിയൻ. ചെളി നിറഞ്ഞ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് ഈ മാൻഗ്രൂവ്സ് എന്ന് പറയുന്നത്. സോ ദ ടിപ്പ് ഓഫ് ദെയർ റൂട്ട്സ് ഗ്രോ ടുവേർഡ്സ് ദ അറ്റ്മോസ്ഫിയർ. These roots that help in gaseous exchange are called pneumatophores. Okay, so മാൻഗ്രൂവ്സിലെ ഈ റൂട്ട്സിനെ ജനറൽ ആയിട്ട് പറയുന്നത് ബ്രീത്തിങ് റൂട്ട്സ് എന്നാണ്. ബ്രീത്തിങ് റൂട്ട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം ഈ പിക്ചറിനകത്ത് റൂട്ട്സിന്റെ ഒരു എന്തോ ടിപ്പ് പൊങ്ങി നിൽക്കുന്നത് കാണാം. ഇത് റൂട്ട്സിന്റെ അഗ്രങ്ങളാണ്, റൂട്ട്സിന്റെ ടിപ്പുകളാണ്. അത് വളർന്നു വന്ന് നിൽക്കുന്നത് ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയാണ്. ഈ ടൈപ്പ് റൂട്ട്സിനെയാണ് ന്യൂമാറ്റോഫോർസ് എന്ന് പറയുന്നത്. അതല്ലേ എഴുതിയിരിക്കുന്നത്. ന്യൂമാറ്റോഫോർസ് എന്ന് പറയുന്നത് these roots that help in gaseous exchange are called pneumatophores. So pneumatophores are special kinds of roots in mangroves
ദാറ്റ് ഹെൽപ്സ് ഇൻ ഗേഷ്യസ് എക്സ്ചേഞ്ച്. എന്തുകൊണ്ടാണ് ഗേഷ്യസ് എക്സ്ചേഞ്ചിന് ഈ റൂട്ട്സിന് പുറത്ത് വരുന്നത്? യെസ്റ്റർഡേ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു മാൻഗ്രൂവ്സ് ക്യാൻ ബി സീൻ ഇൻ ദ മാർഷി റീജിയൻ ജനറലി ഇൻ ദ സലൈൻ കണ്ടീഷൻ. സോ സലൈൻ കണ്ടീഷൻ എന്ന് പറയുന്നത് എനൈറോബിക് കണ്ടീഷൻ ആണ്. ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത് ഇന്നലെ? സലൈൻ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഉപ്പ് വെള്ളമുള്ള റീജിയൻ. സോ നമ്മൾ പിക്കിൾ ഇട്ട് വെക്കത്തില്ല, നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കത്തില്ല, അന്നേരം നമ്മൾ ഉപ്പിടും. ഉപ്പിടുമ്പോൾ മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ പറ്റത്തില്ല. കാര്യം അവിടെ എയറേഷൻ ഇല്ല, എനൈറോബിക് കണ്ടീഷനാണ്. നിങ്ങൾ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ കണ്ടു കാണും ചില കണ്ടെയ്നർ പാക്കറ്റുകൾ എന്ന് പറയുന്നത് എയർ ടൈറ്റ് ആണ്, എയർ കയറാൻ പറ്റാതെ നിർത്തും അവർ. സോ എയർ ടൈറ്റ് ആക്കുന്നതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്. സോ സിമിലർലി സലൈൻ കണ്ടീഷൻ, നമ്മൾ വീട്ടിൽ അച്ചാറൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ മൈക്രോ ഓർഗാനിസം കയറി എളുപ്പം അതിനെ ചീത്തയാക്കി കളയത്തില്ല, ഒരുപാട് നാൾ നിൽക്കും ആ പിക്കിള്. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ വെൻ വി ടേക്ക് ദ മാൻഗ്രൂവ്സ് റീജിയൻ, സോ ദാറ്റ് ഈസ് മാർഷി റീജിയൻ, സലൈൻ റീജിയൻ. സോ സലൈൻ റീജിയൻ്റെ പ്രത്യേകത എന്തോ, അത് എനൈറോബിക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലാന്റിൻ്റെ റൂട്ടില്ലേ അത് മണ്ണിനടിയിലാണ്, എപ്പോഴെങ്കിൽ പോലും അതിന് എയറേഷൻ വേണം, എയർ കിട്ടണം എപ്പോഴും. സോ ഈ നമ്മൾ കാണുന്ന സോയിലിൽ തന്നെ നമുക്ക് കാണാൻ പറ്റാതെ വളരെ തിന്നായിട്ടുള്ള ചില പോർസ് ഉണ്ട്, സുഷിരങ്ങളുണ്ട്. നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ വെള്ളം താഴോട്ട് ഒലിച്ചു പോകത്തില്ലേ, പോകുമ്പോൾ എയറും പോകും താഴോട്ട്. ഓർ ഈ റൂട്ട്സിനെല്ലാം എയർ കിട്ടണം. ബട്ട് അതേ സമയത്ത് മാൻഗ്രൂവ്സ് റൂട്ട്സ് എടുത്ത് നോക്കിയാൽ അത് സലൈൻ കണ്ടീഷനാണ്, മാർഷി കണ്ടീഷനാണ്, അവിടെ എനൈറോബിക് കണ്ടീഷനാണ്. അപ്പോൾ ഈ പ്ലാന്റ് റൂട്ട്സിന് എയറേഷൻസ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ പ്ലാന്റ് റൂട്ട്സിൻ്റെ ടിപ്പ് പുറത്ത് വരുന്നത്. എന്തിനാ? എയർ എടുത്തുകൊണ്ട് പോകാൻ, ഗേഷ്യസ് എക്സ്ചേഞ്ച് നടത്താൻ. അവിടെയും ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കണം. സോ what is pneumatophores? Pneumatophores are special kinds of roots that you can see in the mangrove plants that helps in gaseous exchange in these plants. Okay, yeah. Now the last portion പറയുന്നത് പ്ലാന്റ്സിന്റെ എഡിബിൾ പാർട്ട് ഏതൊക്കെയാണെന്ന്. Aren't you seen both edible tubers which of them are sprouts when kept for some time? അതായത് നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഉപയോഗിക്കാതിട്ട് കഴിഞ്ഞാൽ ആ പൊട്ടറ്റോയിൽ പുറത്തോട്ട് വേര് കിളിച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? സിമിലർലി നിങ്ങൾ ഉള്ളി വീട്ടിലിട്ടിരുന്ന ഉള്ളിയിൽ നിന്ന് വേര് കിളിച്ച് വരുന്നതല്ല, അതാ പറഞ്ഞിരുന്നത് വിച്ച് ഓഫ് ദം ആർ സ്പ്രൗട്ട്സ് എന്ന് വെച്ചാൽ വേര് കിളിച്ച് വരുന്നത്. ഓക്കെയാ? കാര്യം വേര് കിളിച്ച് വരാൻ കാര്യം എന്തുവാ? സ്റ്റെം ആയതുകൊണ്ടാണ് വേര് കിളിച്ച് വരുന്നത്. ഒരിക്കലും വേരിൽ നിന്ന് വേര് കിളിച്ച് വരാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടപ്പിയോക്ക എടുത്ത് വീട്ടിലിട്ടിരുന്നാൽ ഒരിക്കലും ടപ്പിയോക്കയിൽ നിന്ന് വേര് കിളിച്ച് പുറത്തോട്ട് വരത്തില്ല. കാര്യം ടപ്പിയോക്ക എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് റൂട്ടാണ്, റൂട്ടിൽ നിന്ന് റൂട്ട് കിളിച്ച് വരത്തില്ല. ബട്ട് അതേ സമയത്ത് പൊട്ടറ്റോ, ഒണിയനൊക്കെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും വേര് കിളിച്ച് വരും. കാര്യം ദാറ്റ് ഈസ് സ്റ്റെം. നിങ്ങൾക്ക് അറിയത്തില്ലേ ഒരു പ്ലാന്റ് ലീഫ് ഉണ്ടെന്നും സ്റ്റെം ഉണ്ടെന്നും, സ്റ്റെമ്മിൻ്റെ അടിയിൽ നിന്ന് റൂട്ട് കിളിച്ച് വരുമെന്നൊക്കെ അറിയത്തില്ലേ? ഓക്കെ, സോ ടപ്പിയോക്ക സ്റ്റോർസ് ദെയർ ഫുഡ് ഇൻ roots that store food in this way called storage roots. All tubers are not storage roots. Tuber എന്ന് വെച്ചാൽ ഇങ്ങനെ ഫുഡ് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ പെരുകിയിരിക്കുന്നതിനെയാണ് ട്യൂബർ എന്ന് വിളിക്കുന്നത്. സോ എല്ലാ ട്യൂബറുകളും ഒരിക്കലും ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന റൂട്ടിലല്ല. പൊട്ടറ്റോ ഈസ് എ മോഡിഫൈഡ് സ്റ്റെം ആണ്. പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് സ്റ്റെം ആണ്. സച്ച് സ്റ്റെംസ് ആർ സീൻ ബിലോ ദ സോയിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്. ഓക്കെയാ? സോ ജനറൽ ആയിട്ട് ഇവിടെ കുറച്ച് ക്രോപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാനാണ് പറയുന്നത്, സ്റ്റോറേജ് റൂട്ടും അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മും. സോ റൂട്ട്സും സ്റ്റെമ്മും രണ്ടും അണ്ടർഗ്രൗണ്ട് ആണ്, രണ്ടും ട്യൂബർ എന്ന് തന്നെ വിളിക്കുന്നത്. ട്യൂബർ എന്ന് വെച്ചാൽ വാട്ട് ഈസ് ട്യൂബർ? അണ്ടർഗ്രൗണ്ടിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്ലാന്റ് പാർട്ടാണത്. സംടൈംസ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആയിരിക്കും, സംടൈംസ് സ്റ്റോറേജ് റൂട്ട്സ് ആയിരിക്കും. സോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ക്യാരറ്റ്, ബീട്രൂട്ട്, ടപ്പിയോക്ക. സോ ക്യാരറ്റും ബീട്രൂട്ടും ടപ്പിയോക്കയും ഇത് മൂന്നെണ്ണവും സ്റ്റോറേജ് റൂട്ട്സ് ആണ്. ബാക്കി എല്ലാം അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. ജിഞ്ചറിൻ്റെ കാര്യം നമ്മൾ ആൾറെഡി പറഞ്ഞു, ടർമറിക്കിൻ്റെ കാര്യം നമ്മൾ ആൾറെഡി പറഞ്ഞു, റൈസോം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. മോഡിഫൈഡ് സ്റ്റെം ആണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. കൊളക്കേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കാണുന്ന ചേമ്പ്. എലിഫന്റ് ഫുഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേന. സോ ഇതെല്ലാം സ്റ്റെം ആണ്, സ്റ്റെമ്മിൻ്റെ അണ്ടറിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. പൊട്ടറ്റോ, ആരോ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കാണുന്ന കൂവക്കിഴങ്ങാണ്. ഈ ആരോ റൂട്ട് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം, ക്യാരറ്റിൻ്റെ കണക്ക് ഇരിക്കുമെങ്കിൽ പോലും ആരോ റൂട്ടിൽ സ്റ്റെമ്മിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഫുഡ്. സ്വീറ്റ് പൊട്ടറ്റോയും സ്റ്റെമ്മിലാണ് സ്റ്റോർ ചെയ്യുന്നത്.
ഓക്കെയാ. സോ മെയിൻ പോർഷൻ കഴിഞ്ഞു. ഇനി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിലെ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ എടുത്തിട്ട് നിങ്ങളുടെ നാട്ടിൽ ഏതൊക്കെ പ്ലാന്റ് ഉണ്ടെന്നൊക്കെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അഗെയിൻ ദാറ്റ് ഈസ് എ ഇൻട്രോ പോർഷൻ ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യുവർ എക്സാം പർപ്പസ്. ഓക്കെ. സോ ഹിയറുടെ ഒരു ചെറിയ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്താണ് ട്രീസിന്റെ ഹെൽപ്പ്. നിങ്ങൾക്ക് കാണാം ബേർഡ്സിന് അവരുടെ നെസ്റ്റ്, ഹണി ബീസിന് ചിലപ്പോൾ അവരുടെ ആ ഹണി ബീയുടെ കൂട് അവർ ഉണ്ടാക്കുന്നത് ട്രീയിലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഹണി കിട്ടുന്നത് ഇവിടെ നിന്നായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കാണാം മങ്കീസ് ലീവ് ചെയ്യുന്നു, ഒരുപാട് ടൈപ്പ് റെപ്റ്റൈൽസ് ലീവ് ചെയ്യുന്നു. നമ്മൾ ഹ്യൂമൻസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റിംഗ് പ്ലേസ് ആണത്. ഓക്കെ. ആൻസിന് ലീവ് ചെയ്യാം അവിടെ. നമുക്കത് ഫയർവുഡ് തരുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ബ്രാഞ്ച് എടുത്ത് നമ്മൾ വീട് വെക്കും. ചിലപ്പോൾ അതിൻ്റെ ട്രീ ട്രങ്ക് ഉപയോഗിച്ച് വി മേക്ക് വുഡ്. നമ്മളുടെ വീടിൻ്റെ ഡോറിനും ജനലിനൊക്കെ നമ്മൾ ഉണ്ടാക്കത്തില്ലേ വുഡ്. സോ വി ഗെറ്റ് ഓൾ ദീസ് പാർട്സ് ഫ്രം ട്രീസ്. ഓക്കെയാ. ഷെൽറ്ററിന് ഉപയോഗിക്കാം, ഫുഡിന് ഉപയോഗിക്കാം, ബേർഡ്സിന്. ഫുഡ് ട്രീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ടൊക്കെ ഇല്ലേ, ആ ഫ്രൂട്ടൊക്കെയാണ് ചിലപ്പോൾ മങ്കീസ് തിന്നുന്നത്, ബേർഡ്സ് തിന്നുന്നതൊക്കെ ആ ഫ്രൂട്ടൊക്കെയാണ്. ഓക്കെ. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചാപ്റ്റർ 1 ഓഫ് 5th സ്റ്റാൻഡേർഡിലെ നോ ദ പ്ലാനറ്റ് വേൾഡ് ക്ലോസ്ലി. വളരെ ലെങ്തി ആയിട്ടുള്ള സെഷനാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ എന്നെ വിളിച്ച് ചോദിക്കാം. താങ്ക് യു. ബൈ.